ഹലോ മിയ. ആ, ആരാ? എന്നെ മനസ്സിലായില്ലേ? എനിക്കറിയില്ലല്ലോ. ഞാനാണ് ടോമി. ഏത് ടോമി? ഒന്ന് ഓർത്ത് നോക്ക്. എൻ്റെ വീട്ടിലെ പട്ടി ടോമിയാ. നീ അത് വല്ല ആണ്? മിയ തമാശയൊക്കെ പറയുമല്ലേ? കൊള്ളാലോ. അയ്യോ, എടാ ടോമി, എന്താടാ? കൊറേ നേരമല്ലോടാ ഇങ്ങനെ മുറിക്കാത്തിരുന്നിട്ട്. ഞാൻ മുറിക്കാതിരിക്കും, നിനക്കെന്താ? ഒന്നുമില്ല, നിന്നെ അച്ഛൻ വിളിച്ച്. ഓ, അച്ഛൻ വിളിച്ചാ? നിന്നപ്പം വരാലോ. എന്നാ വാ. അച്ഛൻ എന്തേടെ വന്നില്ലല്ലോ? ഹലോ മക്കളെ. എന്താ അച്ഛാ കാര്യം? മോനെ ടോമി, നിന്റെ അടുത്തായി പറയുന്നത്. എന്താണച്ഛാ? ഇന്ന് നീ സ്കൂളിൽ പോകണ്ട, വീട്ടിൽ തന്നെ അങ്ങ് നിന്നു. എനിക്ക് സ്കൂളിൽ പോകണം, ഒരാവശ്യമുണ്ട്. നിനക്കെന്താ ആവശ്യം? ഇന്ന് നിന്റെ അപ്പൂപ്പൻ ഇവിടെ വരും. ഇവിടെ ആരുമില്ല. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകണം. രാജുവിന് ഇന്ന് എക്സാം ആണെന്ന് അവൻ പറഞ്ഞത്. നിന്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല. നീ വേണം ഇവിടെ നിൽക്കാൻ. നീ നിൽക്കില്ലേടാ? നിക്കാം, തീർച്ചയായും. എന്നാ ശരിയടാ മോനെ. എടാ ടോമി, നീ അപ്പൂപ്പൻ്റെ കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്നോ? ഞാനെന്നാ സ്കൂളിൽ പോയിട്ട് വരാം. രാജു, ഇതിന് നീ വിവരം അറിയണം. മോനെ. അപ്പൂപ്പൻ വന്നെന്ന് തോന്നുന്നു. എടാ നിനക്ക് സുഖമല്ലേടാ? സുഖാണ് അപ്പൂപ്പ. എന്താ രാജു? അവനോ? അവൻ സ്കൂളിൽ പോയി. കുഴപ്പമില്ല, നീ ഉണ്ടല്ലോ. എനിക്കൊരുപാട് പാട്ടും കഥയൊക്കെ പറയാനുള്ളയാ. ഈ അപ്പൂപ്പ പാട്ടിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്താടാ എന്റെ പാട്ട് കൊള്ളില്ലേ? കൊള്ളാം, നല്ലില്ലയോ? അപ്പൂപ്പ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖാടാ മോനെ. എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്താ മോനെ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല അപ്പൂപ്പ. അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്ന് നന്നായി എന്ന് പറഞ്ഞതാ. നീ ഒരുപാടങ്ങ് വളർന്നല്ലോടാ. അതെ, ഞാനിപ്പം 10ലായി. 10ലെ കാര്യം പറഞ്ഞപ്പോരാ, പണ്ട് ഞാൻ 10ലായിരുന്നപ്പോ കലോത്സവത്തിൽ ഒരു പാട്ട് പാടിയായിരുന്നു. തത്ത നല്ല തത്ത, ഭംഗിയുള്ള തത്ത, പറക്കാൻ പറ്റണ തത്ത. അപ്പൂപ്പ, നമുക്ക് പാട്ട് വേണ്ട. അല്ലേ വേണ്ട, വേറൊരു കഥയാവാം. പണ്ട് ഞാൻ ആർമിയിലായിരുന്നപ്പോൾ, പണ്ട് കലോത്സവത്തിന് ഞാനൊരു പാട്ട് പാടി. തത്ത നല്ല തത്ത, പറക്കാൻ പറ്റണ തത്ത. അപ്പൂപ്പൻ വന്നോ? അതേടാ മോനെ. പിന്നെ എനിക്ക് വീട്ടിൽ പോണം, ഞാനങ്ങ് പോവാ. ശരി അപ്പൂപ്പ. എടാ ടോമി, എങ്ങനെയുണ്ടാ എന്റെ പണി? നാളെ നിനക്ക് തരാടാ ഞാൻ.